നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് ഫൈനലാണ്. വേൾഡ് കപ്പ് തുടങ്ങുന്നതിൻ്റെ 2 ദിവസം മുമ്പാണ് നമ്മുടെ പോഡ്കാസ്റ്റ് ഷിയാബ് സെർച്ച് കൂടി ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ തുടങ്ങുന്നത്. വേൾഡ് കപ്പ് നമ്മൾ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ഷിയാബ് സാർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് ഈ ഒരു കളിയെക്കുറിച്ച് എന്നൊക്കെ നമുക്കൊന്ന് കേൾക്കാം. വെൽക്കം ഷിയാബ് സാർ. ഇന്നാണ് ഫൈനൽ. നമ്മൾ 40-40 ദിവസമായിട്ട് തുടങ്ങിയ ഒരു പരിപാടിയാണ്. ഇന്ന് എന്ത് തരത്തിലുള്ളൊരു കളിയാണ് സാറ് പ്രതീക്ഷിക്കുന്നത്? ഒരുപാട് സവിശേഷതകളുള്ള ഒരു വേൾഡ് കപ്പ് ഇന്ന് കൂടിയിറങ്ങുകയാണ്. അതായത് വേൾഡ് ഫിഫ റാങ്കിലുള്ള 1ഉം 2ഉം റാങ്കിലുള്ള 2 രാജ്യങ്ങൾ ഇതുവരെ വേൾഡ് കപ്പ് ഫൈനലിൽ ഏറ്റുമുട്ടിയിട്ടില്ല. അതുകൂടാതെ 2 വൻകര ചാമ്പ്യന്മാർ, യൂറോപ്യൻ ചാമ്പ്യൻസ്, അതേപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ ചാമ്പ്യൻസ്. ഇപ്പം ഇങ്ങനെയും തമ്മിൽ ഈ വേൾഡ് കപ്പിൻ്റെ ഹിസ്റ്ററിയിൽ ഇങ്ങനെ ഫൈനൽ വന്നിട്ടില്ല, ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് നമ്മളിപ്പോൾ വലിയ പ്ലെയേഴ്സിൻ്റെ, അതായത് മേജർ പ്ലെയേഴ്സിൻ്റെ ക്ലബ് തലങ്ങളിൽ വലിയ രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുടെ വലിയ പ്ലെയേഴ്സ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ നമ്മൾ പെർഫോം ചെയ്യുന്നത് കണ്ടു. സാധാരണഗതിയിൽ ഇപ്പോൾ വേൾഡ് കപ്പിലൊക്കെ നമ്മൾ കാണാറുള്ളത് വേൾഡ് കപ്പ് ക്ലബ് ഫുട്ബോളും 2 തലങ്ങളായിട്ട് നിൽക്കുന്നതാണ്. ഇപ്പോൾ ക്ലബ് തലങ്ങളിൽ മികച്ച പെർഫോം ചെയ്തവരെ എക്സ്പെക്റ്റ് ചെയ്തിട്ട് വളരെ ഹൈപ്പ് വെച്ചിട്ടൊക്കെ വേൾഡ് കപ്പിലേക്ക് വരും. പക്ഷെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് അവരിൽ നിന്ന് കൂടുതലായിട്ട് ഉണ്ടാവാറില്ല. പക്ഷെ നമ്മളിപ്പോൾ വേൾഡ് കപ്പിൽ കണ്ടു, നമ്മളിപ്പോൾ മെസ്സി എന്ന് പറയുന്നവിടെ നിൽക്കട്ടെ, മെസ്സി അതല്ലെങ്കിൽ എംബാപ്പെ, അതേപോലെ തന്നെ ഹാളണ്ട്, ഹാരി കെയ്ൻ, ബെല്ലിംഗ്ഹാം, ഇനി പെട്ടെന്ന് പുറത്തായതാണെങ്കിലും ബ്രസീലിൻ്റെ വിനീഷ്യസ് പോലുള്ള ഇങ്ങനെയുള്ള സൂപ്പർ താരങ്ങളൊക്കെ നല്ല രീതിയിൽ വന്നു, നല്ല ഗോളുകൾ വരെയൊക്കെ ചെയ്തു, ഒരുപാട് നല്ല മികച്ച. അതിനൊക്കെ പുറമെ നമ്മൾ ഈ പറയുന്ന എന്താ പറയുക, ഇപ്പോൾ എംബാപ്പയുടെ 10 ഗോളുകളാണ് ഇപ്പോൾ 1970 ശേഷം ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു പ്ലെയർ ഇത് 10 അല്ലെങ്കിൽ അതിലധികം ഗോളുകളിലേക്ക് വരുന്നത് എന്നുള്ള ഒറ്റ വേൾഡ് കപ്പിൽ നേടുന്നുള്ള. അത് മാത്രമല്ല, മെസ്സിയും എംബാപ്പയും 2 പേരും ഇവിടെ മിറാസ്ലോവിൻ്റെ 16 ഗോൾ എന്ന് പറയുന്നത് ഇവിടെ ഈ വേൾഡ് കപ്പിൽ നമ്മൾ തകർക്കുന്നത് കണ്ടു. 2 പരസ്പരം അങ്ങനെ ഒരു മത്സരം കൂടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എല്ലാം കൊണ്ടും വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു വേൾഡ് കപ്പിനാണ് ഇന്ന് കൊടിയിറങ്ങാൻ പോകുന്നത്. എന്ത് തരത്തിലുള്ള കളി നമ്മൾ പ്രതീക്ഷിക്കണം എന്നുള്ളതാണ്. അതായത് ടെക്നിക്കലി വളരെ ഏറ്റവും മികച്ച രൂപത്തിൽ ഈ വേൾഡ് കപ്പിൽ കളിച്ച ടീമാണ് സ്പെയിൻ. ഒരു ഭാഗത്ത് സ്പെയിനിൻ്റെ വേൾഡ് കപ്പിലെ ഒരു ജേണി നോക്കിയാൽ തുടക്കത്തിൽ അത്ര നല്ലതൊന്നും ആയിരുന്നില്ല. കേപ്പ് വെർദെയോട് സമനിലയിൽ കുരുങ്ങി അങ്ങനെ കടന്നു വന്നതാണ്. ഉറുഗ്വായ്ക്കെതിരെ ഒറ്റ ഗോളിൻ്റെ വിജയം എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ വന്നതാണ്. പക്ഷെ പിന്നീട് നോക്കൗട്ടിലേക്കൊക്കെ എത്തുമ്പോൾ അവർ നല്ല മികവിലേക്ക് പോയി. അർജൻറ്റീന ആണെങ്കിൽ നേരെ തിരിച്ചാണ്. ഗ്രൂപ്പ് സ്റ്റേജിൽ നന്നായിട്ട് കളിച്ചിട്ട് നോക്കൗട്ടിൽ സ്ട്രഗിൾ ചെയ്തു. പക്ഷേ ഇംഗ്ലണ്ടിനെതിരെ നല്ലൊരു ടെസ്റ്റ് അവർ പാസ്സായിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ നമ്മൾ മികച്ചൊരു പ്രകടനം ഫൈനലിൽ അവർ പുറത്തെടുക്കുമെന്നും കരുതുന്നു. അപ്പോൾ 2 വ്യത്യസ്ത രീതിയിൽ വന്ന ടീമുകൾ തമ്മിൽ, 2 വ്യത്യസ്ത ഫിലോസഫികളിൽ വിശ്വസിക്കുന്ന ടീമുകൾ തമ്മിൽ ഫൈനൽ കളിക്കുമ്പോൾ സാർ എന്താണ് ഇന്നത്തെ കളിയിൽ പ്രതീക്ഷിക്കുന്നത്? ഇപ്പോൾ ഈ 2 രാജ്യങ്ങൾ, അർജൻറ്റീന, സ്പെയിന്, നിലവിൽ ഫിഫ റാങ്കിൽ 1-2 നമ്പറിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ്. എനിക്ക് തോന്നുന്നത് സ്പെയിനിൻ്റെ വരവ്, ഫൈനലിലേക്കുള്ള വരവ് ഒന്നുകൂടി ഒരു കേക്ക് വാക്ക് പോലെ തന്നെയാണ്. പക്ഷെ നമ്മളിപ്പോൾ ഫസ്റ്റ് കേപ്പ് വെർദെയുടെ മത്സരം നമ്മൾ നോക്കണ്ട, അതിപ്പോൾ ഗോൾ ചെയ്ത സമനിലയിലാണെങ്കിൽ പോലും അവർ ആക്ച്വലി എന്ന് പറയാം വേറെ കൂടുതലായിട്ട് വലിയ സ്ട്രഗിളിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല. ഈവൻ നോക്കൗട്ട് സ്റ്റേജിൽ പോലും അവരുടെ ഏറ്റവും മികച്ച കളി ഫ്രാൻസിനായിട്ടാണ് കളിച്ചത്, യാതൊരു സംശയമില്ല. പക്ഷെ എന്നാൽ അതിന് മുമ്പ് അവർക്കൊരു എക്സ്ട്രാ ടൈമിലേക്ക് നോക്കൗട്ടിലേക്ക് പോകേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. റൗണ്ട് ഓഫ് 32 ഓസ്ട്രേലിയനായിട്ട് കളിച്ചു, ബെൽജിയത്തിന് ക്വാർട്ടർ ഫൈനൽ കളിച്ചു, പിന്നെ അതേപോലെ തന്നെ അതിനുശേഷം കളിച്ചു. ലാസ്റ്റ് മിനിറ്റ് ഗോൾ അടിച്ചു. നമ്മളിപ്പോൾ അവരൊക്കെ ആവശ്യം വന്നു. പക്ഷേ സ്പെയിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവരൊരു ടീമാണ്, കളക്റ്റീവായിട്ടുള്ള എഫർട്ടാണ് അവരുടെ ഭാഗത്ത് നിന്നുള്ളത്. അങ്ങനെ വരെ ഉള്ളത് ഒരു പ്ലെയറിലെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഒരു കളി രീതി എന്ന് പറയുന്നത്. പിന്നെ മിഡ്ഫീൽഡ് ഡിഫൻസ് എന്നൊക്കെ പറയുന്നത്, അതിന് മാത്രം എന്ന് പറയുന്നത് ഈ ടൂർണമെൻറ്റിൽ ഏറ്റവും മികച്ച ഡിഫൻസും മിഡ്ഫീൽഡാണ് സ്പെയിനുള്ളത്, യാതൊരു സംശയവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കളി രീതി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു കേക്ക് കമ്പയർഡ് ടു അർജൻറ്റീന ആ രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അവർ നോക്കൗട്ടിലേക്ക് വന്നപ്പോൾ ഒന്നുകൂടി എഫേർട്ട്ലെസ് ആയി. അവർ പീക്കിലെത്തി. എനിക്കൊന്ന് സെമി ഫൈനലിലേക്ക് എത്തിയപ്പോൾ ഫ്രാൻസ് പോലുള്ള ടീമിനെ എങ്ങനെയാണ് നമ്മൾ തോൽപ്പിച്ചതെന്ന് നമ്മൾ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് സ്പെയിൻ ഇപ്പം നിലവിൽ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ അർജൻറ്റീനയിലേക്ക് വന്ന നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഗ്രൂപ്പ് സ്റ്റേജ് വളരെ എഫേർട്ട്ലെസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. മെസ്സിയുടെ ചിറകിലേറി, മെസ്സിയുടെ ഗോളുകളും
അതേപോലെ തന്നെ നല്ല അർജൻറ്റീനയുടെ പെർഫോമൻസ് ഒക്കെ താരതമ്യേന ഒരു വലിയ ടീമുകൾ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ കൂടി, പക്ഷെ പിന്നെ ഗ്രൂപ്പ് സ്റ്റേജ് കടന്ന് നോക്കൗട്ടിലേക്ക് വന്നപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ നോക്കൗട്ട് സ്റ്റേജുകൾ നമ്മൾ പറയുന്നത് ഇങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, അതായത് ഒരുപാട് ചലഞ്ചുകൾ ഓവർകം ചെയ്തു. ആ എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടാവുന്ന സംശയമാണ്. സിറ്റുവേഷൻസ് അർജന്റീന വ്യത്യസ്തമാക്കുന്നത് ആ ഗെയിമുകളെ റീഡ് ചെയ്യാനുള്ള സിറ്റുവേഷൻ റീഡ് ചെയ്യാനും അതുപോലെ ആ ടാക്ടിക്കൽ ആയിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി അവരെ സംബന്ധിച്ച് അഡാപ്റ്റബിലിറ്റി അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് മാറ്റം വരുത്തിയിട്ട് എനിക്ക് തോന്നുന്നു അവർ ടൂർണമെൻറ്റിൽ ഏറ്റവും മികച്ച കളി കെട്ടഴിച്ചത് സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ സെക്കൻഡ് ഹാഫിലാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഈ രണ്ട് ടീമുകളും നമ്മൾ നോക്കുകയാണെങ്കിൽ സെമി ഫൈനലാണ് അവർ ഏറ്റവും മികച്ച കളി കെട്ടഴിച്ചത്. അതൊരു ഒരു കംബാക്ക് വിൻ ആയിരുന്നെങ്കിൽ മറ്റത് വളരെ ആധികാരികമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു എന്നുള്ള വ്യത്യാസം. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവും തീർച്ചയായിട്ടും. ഞാൻ വിചാരിക്കുന്നത് പോസിറ്റീവായിട്ട് രണ്ട് ടീമുകളും പോവുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ രണ്ട് ടീമുകളുടെ നാച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡ്ഫീൽഡ് പൊതുവെ നാച്ചുറലി പൊസസ് ചെയ്യുന്ന ടീമാണ് ഏത് സ്പെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മിഡ്ഫീൽഡ് ഒരുപക്ഷെ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ രീതിയിൽ തന്നെ ഏകദേശം ലാറ്റിൻ ശൈലിയിൽ കളിക്കുന്ന ടീമാണ് സ്പെയിന്. അപ്പോൾ ലാറ്റിൻ അമേരിക്ക ഇതുപോലെ കുറേ പാസുകൾക്ക് പേര് കേട്ട് അങ്ങനെ മിഡ്ഫീൽഡിലൂടെ കളിച്ചങ്ങനെ പോകുന്ന ടീമുകൾ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ സ്പെയിനിനായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആ രീതിയിലേക്ക് മിഡ്ഫീൽഡിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ്, അപ്പോൾ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ചിലപ്പോൾ അതങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ അതിനെന്താ പറയുക ഒരു പ്രഷർ ഉണ്ടാകുന്ന ചിലപ്പോൾ സിറ്റുവേഷൻസ് ചിലപ്പോൾ മിഡ്ഫീൽഡ് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. എനിവേ നമ്മൾ അർജന്റീന എനിക്ക് തോന്നുന്നു അവരുടെ സ്ട്രെങ്ത്തുകൾ എന്തൊക്കെയാണ്, അവരുടെ വീക്ക് പോയിന്റുകൾ എന്തൊക്കെയാണ് കണ്ടെത്തി അതിനനുസരിച്ചുള്ള ടാക്റ്റിക്കലായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളും അതേപോലെ തന്നെ എന്താ പറയുക മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് വേണം അർജന്റീന കളിക്കാൻ. കാരണം അവരുടെ നിലവിലുള്ള നമ്മളിപ്പോൾ ടീം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് സ്പെയിനിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെന്നുള്ള ഒരു വസ്തുത, ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. അപ്പോൾ അർജന്റീനയ്ക്ക് നമ്മൾ പല മേഖലകളിലും ചിലപ്പോൾ റീപ്ലേസ്മെൻറ്റുകളുടെ ഒക്കെ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ടെന്നുള്ള ഒരു വസ്തുതയാണത് നമ്മൾ അംഗീകരിക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ സ്റ്റിൽ അവിടെ നമുക്ക് അവിടെ രണ്ട് ടീമിൻ്റെ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത് മെസ്സി എന്ന് പറയുന്ന ഫാക്ടറാണ്. അവിടെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് മെസ്സിയാണ്. അർജന്റീന ഓൾമോസ്റ്റ് ഒറ്റയ്ക്ക് ഷോൾഡർ ഏറ്റിട്ട് നിലവിൽ എത്തിച്ചിട്ടുള്ളത് മെസ്സിയാണ് നിസ്സംശയം പറയാൻ പറ്റും. 1986 മറഡോണ അർജന്റീന, അതാണ് എനിക്കിപ്പോൾ ഈ ഒരു കഴിഞ്ഞ വേൾഡ് കപ്പിൽ എന്ന് പറയുന്നത് അർജന്റീനയെ സംബന്ധിച്ച ഒരു കോസ് ഉണ്ടായത്, ഒരു പർപ്പസ്, ഇമോഷണൽ ആയിട്ടുള്ള മെസ്സിക്ക് വേണ്ടി കപ്പടിക്കണം എന്നുള്ളൊരു കോസിലൂടെ അങ്ങനെ പോവുകയായിരുന്നു. അപ്പോൾ അതിലൊരുപാട് ഗോളുകളാണെന്നുണ്ടെങ്കിൽ പെനാൽറ്റി ഗോളുകൾ ഉണ്ടായിരുന്നു, പലതരത്തിൽ കൗണ്ടർ അങ്ങനത്തെ രീതിയിലൊക്കെയുള്ള പെർഫോമൻസ് നമ്മളൊക്കെ ആയിരുന്നു. പക്ഷേ ഈ ഒരു വേൾഡ് കപ്പിൽ രണ്ട് എക്സ്ട്രാ ടൈം കളിച്ചിട്ടുണ്ടെങ്കിൽ ഷൂട്ടൗട്ടിലേക്കൊന്നും പോയിട്ടില്ല, പെനാൽറ്റി കളിച്ചിട്ടില്ല, എല്ലാം ഓപ്പൺ ഫീൽഡ് ഗോളുകളാണ്, നല്ല ഗോളുകൾ കളിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ രീതിയിൽ തന്നെയാണ് അർജന്റീന വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഒരുപാട് കംബാക്ക് വിന്നുകൾ നല്ല രീതിയിലുള്ള, അപ്പോൾ അവർക്ക് ആക്ച്വലി എന്താ പറയുക അതിൽ നിന്നുള്ള ഒരു കോൺഫിഡൻസ് അർജന്റീനക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ന് നല്ലൊരു പോരാട്ടം തന്നെ നടക്കും എന്നാണ് സാറ് പറഞ്ഞത്. ഞാൻ ഈ റാഫ് ടോക്സിലെ നമ്മുടെ വീഡിയോകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പാനിഷ് മാധ്യമങ്ങൾ, അർജന്റീൻ മാധ്യമങ്ങൾ ഒക്കെ ഇങ്ങനെ നമ്മൾ റെഫർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ അർജന്റീൻ ഫുട്ബോൾ എക്സ്പേർട്സ് പറയുന്ന ചില കാര്യങ്ങൾ കണ്ടത്, ഈ സ്പെയിനിൻ്റെ ഒരു കളി രീതി, അവരുടെ ടെമ്പോ നിർണ്ണയിക്കുന്നത് റോഡ്രിയുടെ കളിയാണ്. അപ്പോൾ റോഡ്രി കുറേ പാസ് കൊടുക്കുന്നു, കുറേ റിക്കവർ ചെയ്യുന്നു. അതുമാത്രമല്ല, റോഡ്രി ഈ ഓഫ് ദി ബോളിൽ റോഡ്രി എടുക്കുന്ന പൊസിഷനിങ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ പൊസിഷനിങ് അനുസരിച്ച് അദ്ദേഹം ഒരു ഭാഗത്തേക്ക് മാറുമ്പോൾ ഇവരുടെ മധ്യനിര, അതായത് അർജന്റീനയുടെ മധ്യനിര അല്ലെങ്കിൽ എതിരാളികളുടെ മധ്യനിര അദ്ദേഹത്തെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. എന്നാൽ മറ്റ് അറ്റാക്കേഴ്സ് ഇപ്പം അലക്സ് ബെയ്ന, ലമീൻ യമാൽ, പിന്നെ ഫാബിയൻ റൂയിസും മുന്നോട്ട് കയറാൻ തയ്യാറാവും, ഒയർസബാൾ, ഡാനി ഓൽമോ, ഈ 5 പേരും കൂടി ചേർന്നിട്ട് അറ്റാക്ക് നടത്തുകയും എതിരാളികളെ ഡീസ്റ്റെബിലൈസ് ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നതെന്നും, അപ്പം അവർക്കെതിരെ അർജന്റീന ആവട്ടെ എതിർ ടീം ഏതാവട്ടെ ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ റോഡ്രിയെ കണ്ടെയ്ൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിലേക്ക് ബോൾ കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു പ്ലെയറെ ബ്ലോക്ക് ചെയ്യുന്നതിന് പകരം ആ സോൺ മൊത്തം കവർ ചെയ്തെങ്കിൽ മാത്രമേ ഇതിൽ അർജന്റീനക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ എന്നും, പിന്നെ ഇങ്ങനെ കുറേ സമയം ബോളൊക്കെ വെച്ചിട്ട് അറ്റാക്കിങ് നടത്തുകയാണെങ്കിൽ അത് സ്പാനിഷ് താരങ്ങളും സ്പാനിഷ് ഡിഫൻസും തടയാനുള്ള സാധ്യത കൂടുതലാണ്. അതിന് പകരം ക്വിക്ക് അറ്റാക്കുകൾ നടത്തണം എന്ന് പറയുമ്പോൾ ഒരു പെട്ടെന്നുള്ള ട്രാൻസിഷൻ, ഒരു വെർട്ടിക്കൽ പാസ് കൊടുത്തു പോകുമ്പോൾ റോഡ്രി ആണെങ്കിലും അതുപോലെ മറ്റുള്ളവരാണെങ്കിലും ഒന്ന് ആ കാര്യം എവിടെ ഡിഫെൻസീവിൽ എങ്ങനെ നിൽക്കണം എന്നൊന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ ഒരല്പം സമയം എടുക്കാറുണ്ട്. ആ ഗ്യാപ്പ് മുതലെടുക്കണം അർജന്റീന എന്നൊക്കെയാണ് അവരുടെ നിരീക്ഷകർ പ്രധാനമായിട്ട് പറയുന്നത്. അതായത് റോഡ്രിയെ കംഫർട്ടബിളായിട്ട് കളിക്കാൻ പറ്റരുത്. അദ്ദേഹത്തിൻ്റെ കളി അൺകംഫർട്ടബിൾ ആകുമ്പോൾ
സ്പെയിനിൻ്റെ ടെമ്പോ തെറ്റുന്നു എന്നാണ് സാറിന് അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു? തീർച്ചയായിട്ടും. അപ്പോൾ റോഡ്രി ആക്ച്വലി നമ്മൾ സ്പെയിനിൻ്റെ കളിയുടെ മൊത്തം ഒരു ടെമ്പോ നിർണ്ണയിക്കുന്നതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം റോഡ്രിയാണ്. യാതൊരു സംശയമില്ല. നമ്മളിപ്പോൾ ഒന്ന് ഡിഫൻസ് അവിടുന്ന് ലൈനിൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ തൊട്ട് മുന്നിൽ നമ്മൾ ആദ്യം ഡിഫൻസീവ് ഷീൽഡായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോളുകൾ വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള പാസുകൾ, ഇപ്പോൾ വളരെ ഡിഫൻസ് സ്പ്ലിറ്റിംഗ് ആയിട്ടുള്ള പാസുകൾ, ഇതേപോലെ തന്നെ അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനത്തെ രീതിയിലുള്ള മറ്റേ പ്രസ്സിങ്ങുകൾ, നമ്മൾ ബോൾ റിറ്റൻഷൻ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോൾ പൊസസ് ചെയ്യുന്നത്, കയ്യിൽ വെക്കുന്നത് വളരെ നിർണായകമാണ്. ഒരു ടൈം പൊസസ് ചെയ്തിട്ട് അത് വളരെ നല്ല രീതിയിൽ കളിയുടെ ഒരു വേഗതയും ഒക്കെ നിയന്ത്രിച്ചിട്ട് അങ്ങനെ കൊടുക്കുന്ന പാസിങ് കൊടുക്കുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ എങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ആ മിഡ്ഫീൽഡിൽ നിന്നും പിന്നെ അത് നമ്മൾ അറ്റാക്കിലേക്ക് പോകുന്ന തരത്തിൽ ആ കളിയുടെ മൊത്തത്തിലുള്ള വേഗതയും അല്ലെങ്കിൽ ആ ഒരു താളൊക്കെ നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനി റോഡ്രിയാണ്. അപ്പോൾ നിലവിൽ റോഡ്രി അപ്പോൾ ഒരു നമ്മുടെ ബാലൻഡിയർ നേടിയിട്ടുള്ള ആ ബാലൻഡിയർ പെർഫോമൻസ് ആണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ സ്പെയിനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പവർ റാങ്കിങ് നോക്കിക്കഴിഞ്ഞാൽ അതിനെ റോഡ്രി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ലൈനിലേക്ക് വളരെ ഉയർന്നു. ഇപ്പം നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെയിൻ എങ്ങാനും വേൾഡ് കപ്പ് നേടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ യൂറോ കപ്പിലെ മികച്ച പെർഫോമൻസിനെ തുടർന്നാണ് ആ ബാലൻഡിയർ കിട്ടുന്നത്. അന്ന് വിനിക്കാണ് കൂടുതൽ സാധ്യത എല്ലാവരും പറഞ്ഞത്, പക്ഷേ അത് കിട്ടി. അതുപോലെ ഈ വേൾഡ് കപ്പ് പെർഫോമൻസ് കൊണ്ട് അടുത്ത് കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. അതാണ് നമ്മുടെ ഒരു സൈലന്റ് പെർഫോമറാണ് നമ്മൾ റോഡ്രിയുടെ. നമ്മൾ ആ ഒരു പ്രകടമായിട്ട് പക്ഷെ കാണണമെന്നില്ല. അത് നമ്മൾ ഒന്നുകൂടി നമ്മൾ മാച്ചുകളൊക്കെ വീണ്ടും കാണുമ്പോഴാണ്, വീഡിയോയിൽ നമ്മൾ റീപ്ലേ ഒക്കെ കാണുമ്പോഴാണ് എത്രമാത്രമാണ് ഒരു ആ കളിയിൽ എന്ന് പറയുന്നത് എന്താ പറയുക മൂപ്പരുടെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ സ്വാധീനം എത്രതാണുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. റോഡ്രി എന്നല്ല മറ്റുള്ളവരെ പോലെ ഡ്രിബിൾ ചെയ്ത് പാസ് ചെയ്തിട്ട് അങ്ങോട്ട് പോവുകയോ അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്ത് ഇങ്ങനെയൊന്നുമില്ല, ഇടയ്ക്കൊക്കെ ഉള്ളു. പക്ഷേ നമ്മൾ ആ കളിയുടെ മൊത്തം ഒരു നിയന്ത്രണം എന്ന് പറയുന്നത് റോഡ്രി നിർവഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സ്റ്റിൽ നമ്മളിപ്പോൾ സ്പെയിൻ എന്ന് പറയുന്ന ടീമിൽ എന്നാലും നമ്മൾ ഒരാളിൽ മാത്രം കേന്ദ്രീകൃതമല്ല എന്നുള്ള വസ്തുതയാണ്. അവർ എപ്പോഴും എന്ന് പറയുന്ന ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു എഫേർട്ടാണ് ഒരു ഭാഗത്ത് നിന്നുള്ളത്. ഒന്നിനും നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു യമാലൊരു ഭാഗത്തുണ്ട്, യമാലിനെ പോലും നമ്മൾ എടുത്ത് പറയാതിരിക്കാൻ കാരണം വെച്ചെങ്കിൽ ആ ടീമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അറ്റാക്കിംഗ് പ്ലെയർ യമാലാണ്. പക്ഷെ അപ്പോഴും അവിടെ ഒരു റൈറ്റ് വിങ്ങർ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അറ്റാക്കിംഗ് പ്ലെയർ എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മളവിടെ കാണുന്നത്. ടീം മൊത്തം എന്നുള്ള രീതിയിലല്ല. പക്ഷെ മെസ്സിയെ പോലെയല്ല. മെസ്സി എന്ന് പറയുന്ന ടീമിന്റെ മൊത്തത്തിൽ നിർണ്ണയിക്കുന്ന ആളാണ്. വ്യത്യാസം. ശരി. അപ്പം റോഡ്രിയാണ് ഇന്നത്തെ കളിയിൽ സ്പെയിനിൻ്റെ ടെമ്പോ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ എങ്ങനെ അൺകംഫർട്ടബിൾ ആക്കാം എന്നുള്ളതാണ് അർജൻറ്റീന ശ്രദ്ധിക്കേണ്ടത് എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി വരുന്നത്, ഈ റോഡ്രിയുടെ സ്പേസ് കണ്ടെയ്ൻ ചെയ്യുന്നതിനൊക്കെ കുറിച്ച് പറയുന്ന പോലെ തന്നെ റോഡ്രി ഇങ്ങോട്ട് ഇതേ പണിയെടുക്കും. റോഡ്രിക്ക് അവിടെ പ്രധാനമായും തടയേണ്ട ഒരാളുള്ളത് ലയണൽ മെസ്സിയാണ്. അപ്പം ഈ ലയണൽ മെസ്സി വേഴ്സസ് റോഡ്രി മാച്ചപ്പ് എങ്ങനെയായിരിക്കും? നമ്മൾ റോഡ്രിയെ തടയുന്നത് നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കണ്ടെയ്ൻ ചെയ്യാന്ന് പറയുന്നത് ഒരു വഴി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ സ്പെയിനുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു പൊസഷൻ ബേസ്ഡ് ഫുട്ബോൾ ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ആക്ച്വലി എന്താ പറയുക, നമ്മൾ എക്സൽ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ അതിനെ ഒരു മറികടക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. കാരണം അത് സ്പെയിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. അപ്പോൾ അർജന്റീനക്ക് ഒന്നുകൂടി എന്ന് പറയുന്നത് സിറ്റുവേഷൻ മാച്ച് റീഡ് ചെയ്തിട്ട് അതിനനുസരിച്ച് കളിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു റോഡ്രിയെ ഒക്കെ ഒന്നുകൂടി എന്താ പറയുക നമ്മൾ ആ രീതിയിലൊക്കെ മറികടക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ നമ്മളിപ്പോൾ ക്രോസുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഒന്നും കൂടി. എനിക്ക് തോന്നുന്നു വിങ്ങുകളിലൂടെയൊക്കെ പോയിട്ടുള്ള ക്രോസുകൾ, വീക്കായിട്ടുള്ള പോയിന്റുകൾ ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ അർജന്റീനയുടെ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ പോയിട്ടുള്ള ഇപ്പോൾ നമ്മൾ ഗോളി ഉനൈ സിമോണൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും. നമ്മൾ ഷെയ്ക്ക് ചില ക്രോസുകളൊക്കെ ഒന്നുകൂടി ഷെയ്ക്കാണ് നമ്മൾ കാണുന്നുണ്ട്. അപ്പം അധികം സേവുകളൊന്നും കണ്ടിട്ടില്ല ഡിഫൻസ്. അപ്പോൾ നമ്മൾ ഈ പാസുകളിലൂടെ അല്ലെങ്കിൽ എന്താ പറയുക പൊസഷനിലൂടെ നമ്മൾ പോയിട്ട് നമ്മൾ അവരെ മറികടന്നിട്ട് ചിലപ്പോൾ നമ്മൾ അങ്ങനെ എത്തുക എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ കുറച്ച് പണിയുള്ള കാര്യമാവും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ മെസ്സിയുടെ കാര്യം, മെസ്സിനെ കണ്ടെയ്ൻ ചെയ്യാന്ന് പറയുന്നത് റോഡ്രിയുടെ പറ്റുമോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ട് എന്തായാലും ഉള്ള ഒരു കണ്ടെയ്നിങ് ആവില്ല എന്തായാലും. കാരണം വെച്ചാൽ അവിടെ എന്താ വിഷയം എന്ന് പറയുന്നത് മെസ്സിയിലേക്ക് എത്തുന്ന ലൈനുകൾ ഉണ്ടാവും. ഈ ലൈനുകൾ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു റൂട്ടുകൾ കട്ട് ചെയ്യുക, മെസ്സിയിലേക്ക് എത്തുന്നത് മെസ്സിക്ക് അതിനുള്ള കളിക്കാനുള്ള ഒരു സ്പേസ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ബോൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സിക്ക് ഒരു അർദ്ധ നിമിഷം മതി. ഒരു ബോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്പേസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ അവിടെ പോസ്റ്റിലേക്ക് എത്തും എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ളൊരു അവസരം സ്പേസ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതിപ്പോൾ ഞാൻ കണ്ടൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ സ്പെയിന് ലോ ബ്ലോക്കിലേക്ക് പോകുന്ന സമയങ്ങൾ അത് വളരെ കുറവാണ്ടാവുക. അങ്ങനെ ഉണ്ടാകുന്ന സമയം അവർ ഫസ്റ്റ് ലെയർ ഓഫ് ഡിഫെൻഡിങ് ചെയ്യുന്ന അവരുടെ അറ്റാക്കിംഗ് പ്ലേയേഴ്സാണ്.
ആ പ്ലേയേഴ്സ് കുറച്ചൊരു അത്രയധികം എതിരാളികളെ ഡിസ്റ്റർബ് ചെയ്യുന്ന രൂപത്തിൽ, ഡിസ്ട്രാക്ട് ചെയ്യുന്ന രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാറില്ല. ഒരു മിഡ് റേഞ്ചിൽ നിന്ന് ഷോട്ടൊക്കെ ഉതിർക്കാനൊക്കെ അനുവദിക്കാറുണ്ട് പലപ്പോഴും. അങ്ങനെ അനുവദിച്ചാൽ അത് അർജൻറ്റീനയ്ക്ക് എൻസോ അവിടെ ഉണ്ട്, മെസ്സി അവിടെ ഉണ്ട്. അർജൻറ്റീനയ്ക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ അതാണെന്ന് ഒരു ഫീൽ ഉണ്ട്. കാരണം ഈ ലോങ് റേഞ്ചറുകൾ. യെസ്, അത് തീർച്ചയായിട്ടും അങ്ങനെ സ്പെയിൻ അങ്ങനെ ജൂലിയൻ ആൽവാരസും അങ്ങനെ ജൂലിയൻ ആൽവാരസ് നമ്മൾ ഈ ടൂർണമെന്റ് കണ്ടാണ്. നോക്കൗട്ടിൽ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം എന്ന് പറയുന്നത് ഫുള്ളി നോക്കൗട്ടിലേക്ക് എത്തിയപ്പോൾ മെസ്സി 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 മാത്രമായിരുന്നു. പക്ഷേ ഈ പ്ലേയേഴ്സ് ഫോമിൽ എത്തിയത് ഇങ്ങനെയുള്ള ഷോട്ടുകളിലൂടെയാണ് അല്ലെ. ജൂലിയൻ ആൽവാരസ് ആണെങ്കിൽ എൻസോ ഫെർണാണ്ടസ് അല്ലെ. അപ്പൊ ഈ പ്ലേയേഴ്സിന് ആക്ച്വലി എന്താ പറയുക, ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു സ്പേസ് കൊടുക്കുക എന്ന് പറയുന്നത് അല്ലെ. പിന്നെ ഇപ്പൊ മെസ്സി എന്ന് പറയുന്നത് സ്പെയിനിന്റെ ഒരു കളി രീതി നല്ലോണം അറിയുന്ന ആളാണ് അല്ലെ. സ്പെയിനിൽ എന്ന് പറയുന്നത് എത്ര വർഷങ്ങളോളം ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ സ്പെയിനിന്റെ ആക്ച്വൽ ടിക്കിട്ടാക്ക ശൈലിയിലും ഇപ്പൊ ആ ഒരു പ്യുവർ ടിക്കിട്ടാക്കയിലൂടെ അതിലൊരു ഡൈനാമസ് കൊണ്ടുപോകുന്നതോടെ ആക്ച്വലി എന്താ വളരെ വേഗതയും ആക്രമണം സംയോജിപ്പിച്ചിട്ടാണ് ഇപ്പൊ ഒരു കളി. കുറച്ചുകൂടി സെൻട്രലിംഗ് കൂടി വെർട്ടിക്കൽ ആയിട്ടുള്ള അറ്റാക്ക്, ഡയറക്റ്റ് അറ്റാക്ക് ഇപ്പൊ ഉണ്ട്, സ്പെയിൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതായത് പണ്ടത്തെ പോലെ സ്പെയിനിന് കളി പിടിക്കാൻ ഇപ്പൊ 70% ബോൾ പൊസിഷൻ വേണ്ട, അല്ലാതെ ഇങ്ങനെ അവർ അറ്റാക്ക് ചെയ്യുന്നില്ല. പൊസിഷൻ നാച്ചുറൽ ആണ്, അത് അവരുടെ ക്യാരക്ടറിസ്റ്റിക് ആണ്. അവരെ സംബന്ധിച്ചോ സ്പെയിനെ സംബന്ധിച്ചോ അതാണ്. അപ്പൊ അതിലൂടെ ഒരു ആക്രമണം കൂടി അവര് കൊണ്ടുവന്നു, വേഗത അതിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അല്ല വളരെ മുമ്പ് നമ്മൾ കണ്ടിരിക്കുകയെങ്കിൽ ഒരുപാട് പാസുകൾ കളിച്ച് മെല്ലെ മെല്ലെ പേഷ്യൻ്റ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഒരു തക്കം നോക്കിയിട്ട് അതിൻ്റെ ഒരു വിടവുകൾ നോക്കി ആയിട്ടായിരുന്നു. ആ സമയങ്ങളിലൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് നല്ല ലോ ബ്ലോക്ക് ഡിഫൻസ് വന്നിട്ടുണ്ടെങ്കിൽ നല്ലോണം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് സ്പെയിൻ അങ്ങനത്തെ പ്രശ്നങ്ങൾ കാണുന്നില്ല. കാരണം ഇപ്പൊ ഗബോർത്തേക്ക് നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ട് പറയാൻ പറ്റില്ല. ഗോളിയുടെ മികവ് കൂടി അതിലുണ്ട്. ഗോളിയുടെ മികവുകൾ കൂടി ഉള്ളത് കൊണ്ടുള്ള സംഭവങ്ങളാണത്. എന്നാലും അവിടെ ബോക്സ് കടന്നിട്ടൊക്കെ കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് ഇപ്പൊ ഈ കൊണ്ടുവന്നിട്ടുള്ള ഒരു ശൈലി, ലാഫിന്റെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ശൈലിയുടെ ഒരു പ്രത്യേകതയാണ് എന്നുള്ളതാണ്. പിന്നെ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിലവിൽ എന്താ പറയുക, ഒരുപാട് പ്ലെയേഴ്സ് നമുക്ക് ഒരു കളക്റ്റീവായി ചെയ്യാൻ വേണ്ടി ഒരാൾ എന്നുള്ളത് മാത്രം ആശ്രയിച്ചിട്ടല്ല അവരുള്ളത്. യമാനെ പോലെയുള്ള പ്ലെയേഴ്സൊക്കെ എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. ഇപ്പൊ ഓയർസബാൽ 5 ഗോളുകൾ അടിച്ച് നിൽക്കുന്നുണ്ട് അല്ലേ. അതാണ് അതിൽ നമ്മൾ അടുത്തതായിട്ട് വിശകലനം ചെയ്യാൻ പോകുന്ന ഒരു കാര്യം അതാണ്. അതായത് ഇവരുടെ ഈ മുന്നേറ്റ നിര 5 പേരെ വെച്ചിട്ടുള്ള മുന്നേറ്റ നിരയാണ് പ്രധാനമായിട്ടും വരുന്നത്. 2 വിങ്ങർമാരുണ്ട്. അത് മിക്കവാറും നിക്കോ വില്യംസ് ആയിരിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നവർ. അപ്പോൾ അലക്സ് ബെയ്നെയും ലാമിൻ യമാലും, പിന്നെ അവിടെ നമ്മുടെ മൈക്കൽ ഓയർസബാൾ ഗോൾ അടിക്കാനുണ്ട്. ഒപ്പം ഒൽമോ വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ വഹിക്കും. പിന്നെ ഫാബിയൻ റൂയിസ് കൂടി അറ്റാക്കിനോടൊപ്പം അങ്ങ് ചേരും. അപ്പോൾ ഈ 5 പേരാണ്, ഈ 5 ചാനലുകളിൽ കൂടിയാണ് അവർ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പം ഓയർസബാളിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഭാഗത്ത് മാത്രമായിട്ട് അങ്ങനെ നിൽക്കുന്ന ആളല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ വേണമെങ്കിൽ വിങ്ങ് പോയിട്ട് അവിടെ വിങ്ങർ ഒന്ന് സഹായിക്കും, ഇപ്പുറത്തേക്കൊരു റണ്ണ് നടത്തിയിട്ട് അവിടെ ഒരു ലിങ്കപ്പ് പ്ലേ ഒരു പക്ഷേ മിഡ്ഫീൽഡറുമായിട്ട് ചേർന്നിട്ടുണ്ടാക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവരുടെ സെൻട്രൽ ബാക്കുമാർക്ക് ബുദ്ധിമുട്ടാണ്. ക്യൂട്ടി റൊമേറോക്കാണെങ്കിലും ലിസാൻഡ്രോ മാർട്ടിനസിനും കാര്യങ്ങൾ ബുദ്ധിമുട്ടാവും. പിന്നെ യമാൽ ഇതുവരെ ഒറ്റ ഗോളാണെന്ന് തോന്നുന്നു അടിച്ചിട്ടുള്ളത് അല്ലേ. ഒരു പക്ഷെ ഫൈനലിലേക്ക് വേണ്ടി മാറ്റിവെച്ച മാജിക് ഉണ്ടെങ്കിൽ അത് കാരണം പഴയ പോലെ യമാലിന് എല്ലാവരും ഇങ്ങനെ ഡ്രിബിൾ ചെയ്ത് പോകുന്ന പരിപാടിയൊന്നും ഇപ്പം ഇല്ല. അദ്ദേഹം ഡ്രിബിൾ ചെയ്യുന്നുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ എപ്പോൾ അക്സലറേറ്റ് ചെയ്യണം, എപ്പോൾ സ്ലോ ഡൗൺ ചെയ്യണം, എപ്പോൾ ഡിഫൻഡറെ ഡ്രോ ചെയ്യണം എന്നൊക്കെ അദ്ദേഹത്തിന് നല്ല ധാരണയായിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഒന്നുകൂടി ഡേഞ്ചർ ആവുന്നത്. അപ്പോൾ ഈ 5 പേര് എന്നിട്ടുള്ള ഈ ഒരു ചാനലിനെ ഇപ്പം അർജന്റീനയ്ക്ക് മൊളീന അല്ലെങ്കിൽ മൊണ്ടിയിലായിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പം മൊണ്ടിയിൽ വരാൻ സാധ്യത ഉണ്ടെന്നാണ് ഇന്നലത്തെ ട്രെയിനിങ് വിവരങ്ങൾ കണ്ടിട്ട് കാണുന്നത്. അപ്പം മൊണ്ടിയിലും നമ്മുടെ ലിസാൻഡ്രോ മാർട്ടിനസും ക്യൂട്ടി റൊമേറോയും ടാഗ്ലിയാഫിക്കോട് ചേർന്നാൽ ഇവരെ തടയാൻ പറ്റും തോന്നുന്നുണ്ടാ. അതാണിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കളി റീഡ് ചെയ്യണം. ഇപ്പോൾ അർജന്റീന ഇപ്പോൾ നിലവിലുള്ള വിജയങ്ങളെ കൊണ്ടുവന്നത് ഫൈനലിൽ എത്തിച്ചെന്ന് പറയുന്നത് ഇപ്പോൾ ഒരുവിധ കളികളിലൊക്കെ ഈജിപ്തിനായിട്ട് 2 ഗോളിന് പുറകിലായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ അവസാനം കളിച്ച സെമി ഫൈനലിലും ഇംഗ്ലണ്ടിനായിട്ട് 1 ഗോൾ പുറകിലായിരുന്നു. ഇതിലൊക്കെ സംഭവിച്ചതെന്ന് വെച്ചെങ്കിൽ അവരുടെ അർജന്റീൻ ടീമിൻ്റെ ആ ഒരു ഗെയിം റീഡ് ചെയ്യാനുള്ള കഴിവാണ്. അപ്പം അതിലൂടെ സ്വാഭാവികമായിട്ടുള്ള ടാക്ടിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങനെ തിരിച്ചു വന്നിട്ടുള്ള കളികളാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ടീമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സ്പെയിൻ എന്ന് പറഞ്ഞു ടെക്നിക്കലി അഡ്വാൻറ്റേജ് അവർക്കുണ്ട്, ടീമിനെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഒരു കളിയെ മൊത്തത്തിൽ സ്വാധീനിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ അവർക്ക് മെസ്സി എന്ന് പറഞ്ഞ പ്ലെയർ അവരുടെ 39 വയസ്സായിട്ടുണ്ട്. എന്നാലും ഇപ്പം നമ്മളിപ്പോൾ അർജന്റീന ടീം നമ്മൾ കാണുമ്പോൾ
ആക്ച്വലി എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും മെസ്സിയെ അല്ലാതെ നമുക്ക് ഈ വേൾഡ് കപ്പിൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. മെസ്സിയുമായാണ് തീർച്ചയായിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഈ നോക്കൗട്ട് സ്റ്റേജിൽ കടന്നപ്പോൾ ഈ പ്രധാനപ്പെട്ട എൻസോ ഫെർണാണ്ടസ്, അതേപോലെ തന്നെ ആൽവരസ്, പിന്നെ ലോത്തറോ മാർട്ടിനസ് പോലുള്ള പ്ലേയേഴ്സൊക്കെ ഫോമിലേക്ക് എത്തിയിട്ടുണ്ട്. അവരൊക്കെ ഗോൾ അടിക്കുന്നുണ്ട് എന്നുള്ളതാണ്, പലതരത്തിലുള്ള ഗോളുകൾ അല്ലേ. ലോത്തറോ മാർട്ടിനസ് ഇപ്പോൾ ഗോൾ അടിച്ചത് അല്ലേ, ഇപ്പോൾ ഡിഫൻസ് വരെ ഗോൾ അടിക്കും. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് മിഡ്ഫീൽഡ്, ഫോർവേഡ്സ് എല്ലാവരും ഗോൾ അടിച്ചിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ നോക്കൗട്ട് സ്റ്റേജിൽ കടന്നപ്പോൾ. അത് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള ഘടകമാണെന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. പ്രധാനമായിട്ടും ഈ ഡിഫൻസ് വെച്ചിട്ട് അർജന്റീന ഡിഫൻസീവ് വൾണറബിലിറ്റി ഉണ്ട്. കാരണം നോക്കൗട്ടിൽ എല്ലാ കളികളിലും ഒരു ഗോളൊക്കെ വഴങ്ങിയിട്ടുണ്ട്. അത് വെച്ചിട്ട് ഈ മുന്നേറ്റ നിരയെ എത്രത്തോളം ഒരു തടയുന്നുള്ളതാണ് ചോദ്യം. അല്ല, തീർച്ചയായിട്ടും ബുദ്ധിമുട്ടും. നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ അർജന്റീനയുടെ ഒരു വിഷയം പറഞ്ഞപ്പോൾ നമ്മൾ ഒരു സെൻട്രൽ ഡിഫൻസ് ഒഴിച്ചിട്ടുള്ള രണ്ട് ഭാഗം, താഗ്ലിയാഫിക്കോ ലെഫ്റ്റില് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ആരുണ്ട്? യമാലുണ്ട്. അപ്പോൾ യമാൽ എന്ന് പറയുന്ന 1-on-1 സിറ്റുവേഷനിൽ ഡേഞ്ചർ നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ തഗ്ലിയാഫിക്കോ മറ്റുള്ള ഡിഫൻസീവ് സപ്പോർട്ട് ഉപയോഗിച്ചിട്ടുള്ള വേണ്ടി വരും. ആ രീതിയിൽ തന്നെ ഒക്കെ സഹായിക്കാൻ വേണ്ടി ആ രീതിയിൽ തന്നെ ആവും. അതേസമയം റൈറ്റ് വിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ വീക്കായിട്ട് അതിനോട് നിൽക്കുകയാണ്. മൊളീനയുടെ ഒരു കേസ്, നമ്മളിപ്പോൾ സ്വിറ്റ്സർലൻഡായിട്ടുള്ള കേസ് പോയത്, ഈസി കടന്നു പോയത്, ഇംഗ്ലണ്ടിനെതിരെ കളിയിൽ നമ്മൾ അവിടെ ശരിക്കും ഒരു അലസമായുള്ള സമീപനമാണ്, ആറ്റിറ്റ്യൂഡ്. നമ്മൾ പുറകിൽ ഒരാൾ ഒരു ആൻറ്റിസിപ്പേഷൻ, കറക്റ്റായിട്ടുള്ള ആൻറ്റിസിപ്പേഷൻ ഇല്ലാത്ത വിഷയമാണ് അവിടെ ആ ഗോള് കലാശിച്ചത്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ടൂർണമെന്റിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവമാണ് മൊളീനിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അത് ടീം അംഗീകരിച്ചതാണ്. നമ്മൾ മൊത്തത്തിൽ മൊളീനിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അവിടെ റൈറ്റ് വിങ്ങിൽ ഉണ്ട് എന്നുള്ളത്. അത് കവർ ചെയ്യാനാണ് ഹൂലിയാനോ സിമിയോണിനെ കഴിഞ്ഞ കളിയിൽ മിഡ്ഫീൽഡിൽ ആ പോസ്റ്റിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അതാണ്. എന്നിട്ടും പക്ഷെ അവിടെ ഗോള് വീണു. ഗോർഡന്റെ ഗോള് വന്നതും അങ്ങനെ തന്നെയാണ്. എന്തായാലും നമ്മൾ ഡിഫൻസിൽ എന്താണ് ഇപ്പം മൊളീനയ്ക്ക് ഇപ്പോഴും റീപ്ലേസ്മെന്റ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള റീപ്ലേസ്മെന്റ് ആളില്ല എന്നുള്ളതാണ്. പിന്നെ മൊണ്ടിയിലാണുള്ളത്. ഇന്നൊരു പക്ഷെ മൊണ്ടിയിൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നു കേൾക്കുന്നു. കാരണം ഇന്നലത്തെ ട്രെയിനിങ്ങിലെ വിവരങ്ങൾ അനുസരിച്ച് അത്രയും സാധ്യതയുണ്ട്. എന്നാലും 100% ഉറപ്പിച്ച് പറയുന്നില്ല. പിന്നെ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പരേഡസും 100% ഫിറ്റ് അല്ല എന്നാണ് വരുന്ന റിപ്പോർട്ട്. പരേഡസിനെ മാറ്റേണ്ടി വന്നാൽ അത് ഡിഫൻസീവില് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. 100% ഫിറ്റ് അല്ലെങ്കിൽ അദ്ദേഹം കളിക്കുന്നു വിചാരിക്കുക. ഇന്നലെ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ചെൽസോക്കൊക്കെ ട്രെയിനിങ്ങിൽ ഒരു ഇത് കൊടുക്കുന്നുണ്ടായിരുന്നു, വെസ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു, ഫസ്റ്റ് ടീമിലെ പ്ലേയേഴ്സിന് കൊടുക്കുന്ന രൂപത്തിൽ. അപ്പം പരേഡസ് ഇല്ലെങ്കിൽ പിന്നെ സംഭവിക്കാൻ പോകുന്ന വെച്ചാൽ മെക്കലിസ്റ്ററെ താഴേക്ക് ഇറക്കും. അതായത് ആദ്യ കളികളിൽ നമ്മൾ പരേഡസ് പരിക്കായപ്പോൾ കോച്ച് എങ്ങനെ ഇറക്കി അങ്ങനെ ഇറക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വന്നാൽ പിന്നെ ലോ ചെൽസോ ഒരു പക്ഷേ കളിക്കാൻ ഇറങ്ങിയേക്കും. ഡിഫൻസീവിൽ ഉള്ള റോളിലേക്ക് മെക്കലിസ്റ്റർ പോകും. അത് അത്രത്തോളം മെക്കലിസ്റ്റർക്ക് കംഫർട്ടബിൾ അല്ല എന്നുള്ളത് കളികളിൽ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. അപ്പോൾ അതെങ്ങനെയാവും എന്നുള്ളത് എന്തായാലും പാരഡൈസ് ഫിറ്റായി വരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് ടാഗ്ലിയാഫിക്കോ എന്തായാലും അടുത്ത വർഷത്തിലുണ്ടാവും. അതേതോടൊപ്പം അവിടെ ഈ യമാലിൻ്റെയും അതുപോലെ പെഡ്രോ പോറയും കൂടി നമ്മൾ കാണണം. അപ്പോൾ അവരെ രണ്ടുപേരെയും തടയുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് നിക്കോ ഗോൺസാലസിനെ മിഡ്ഫീൽഡിൽ ഇറക്കിയേക്കും. ഹൂലിയാനോ സിമിയോണിയെ മാറ്റി, ഹൂലിയാനോ സിമിയോണി മറുഭാഗത്താണ്, എന്നാൽ പോലും മാറ്റി നിക്കോ ഗോൺസാലസിനെ ഇറക്കിയേക്കുന്ന ആദ്യം റിപ്പോർട്ടിലുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഇന്നലത്തെ ട്രെയിനിങ് അനുസരിച്ച് നിക്കോ ഗോൺസാലസ് സബ്സ്റ്റിറ്റ്യൂട്ട് തന്നെ ആയിരിക്കും എന്നാണ് വരുന്നത്. ഹൂലിയാനോ സിമിയോണിയെ മാറ്റി റോദ്രിഗോ ഡിപോളിനെ തന്നെ തിരികെ കൊണ്ടുവന്നേക്കാം എന്ന ചാൻസാണ് ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞത് റോദ്രിഗോ ഡിപോൾ കഴിഞ്ഞ കളിയിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നിട്ട് നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. സിമിയോണി കഴിഞ്ഞ കളിയിൽ തുടക്കത്തിൽ കുറേ ഫൗളുകളൊക്കെ ചെയ്തു. അതൊരു ഡേഞ്ചറസ് പരിപാടിയാണ്, പ്രത്യേകിച്ച് വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് വരുമ്പോൾ ഒന്നുകൂടി കാമായിട്ട് ഇത്തരം കളികളൊക്കെ കളിച്ച് പരിചയമുള്ള റോദ്രിഗോ ഡിപോളിനെ ഇറക്കാം എന്ന രൂപത്തിലേക്ക് കോച്ച് ചിന്തിക്കുന്നു എന്ന് TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അർജന്റീനയുടെ ഒരു പ്ലേയിങ് 11 ഗോൾ കീപ്പർ എമി മാർട്ടിനസ്, ഡിഫൻസിൽ സെൻട്രൽ ബാക്കുമാരായിട്ട് ക്യൂട്ടോ റൊമേറോയും ലിസാൻഡ്രോ മാർട്ടിനസും തന്നെ ഇരുപാർശ്വങ്ങളിലായിട്ട് ടാഗ്ലിയാഫിക്കോയും മോളിനോ അല്ലെങ്കിൽ മൊണ്ടിയിൽ, മധ്യനിരയിൽ പരേഡസ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പരേഡസ് ഇല്ലെങ്കിൽ പണിവാളും. പിന്നെ മെക്കലിസ്റ്ററും അതുപോലെ തന്നെ എൻസോ ഫെർണാണ്ടസും റോഡ്രിഗോ ഡിപോളും, മുന്നേറ്റത്തിൽ ഹൂലിയൻ ആൽവാരസും ലയണൽ മെസ്സിയും. അപ്പോൾ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 11. അപ്പോൾ ഒരുപാട് വലിയ മാറ്റങ്ങളൊന്നുമില്ല. കോച്ച് അദ്ദേഹത്തിൻ്റെ സാധാരണഗതിയിൽ അദ്ദേഹത്തിന് വിശ്വാസമുള്ള താരങ്ങളെ വെച്ച് തന്നെ പോകാൻ ശ്രമിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അതെ അതെ, പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ഹൂലിയൻ ആൽവാരസും അതേപോലെ ലോത്തറോ മാർട്ടിനസും ഒരുമിച്ചുണ്ടാവുന്ന സമയത്ത് പല ഗോളുകൾ ഒരാളെങ്കിലും മറ്റൊരാൾ ഗോൾ അടിക്കാനുള്ളത്, മെസ്സി അവിടെ അസിസ്റ്റ് ചെയ്തിട്ട് ആരെങ്കിലും ഒരാൾ ഗോൾ അടിക്കാനോ എന്തെങ്കിലുമൊക്കെ ഒരു സ്പേസ് ഉണ്ടാകുന്നതായിരുന്നു.
പക്ഷെ മിഡ്ഫീൽഡിൽ ഒരാൾ എണ്ണം കുറയും എന്നുള്ള ഒരു വിഷയം മാത്രമേ അവിടെ ഗോളി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം കൂടിയാണ്. കാരണം മെസ്സി എന്ന് പറഞ്ഞ ഫാക്ടർ അവിടെ ഉണ്ടെന്ന് ആക്ച്വലി എന്താ പറയുക, ഇങ്ങനത്തെ രീതിയിൽ ഡിഫെൻസീവ് അല്ലെങ്കിൽ മിഡ്ഫീൽഡിൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ മെസ്സി കൊണ്ട് കഴിയൂല. പക്ഷെ എന്നാലും അവിടെ എന്താ പറയുക, ഗോൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. ഇപ്പോൾ അർജന്റീന ചെയ്തുകൊണ്ടിരിക്കുന്ന ഗോൾ അടിച്ച കളിയിൽ പോലും നമ്മൾ പിന്നെ സ്ലോ ആയിട്ട് പിന്നെ ഇപ്പൊ ഇംഗ്ലണ്ട് കഴിഞ്ഞ കളിയിൽ സ്വീകരിച്ച രീതിയിലുള്ള പോകുന്ന രീതിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സ്വിറ്റ്സർലൻഡിനെതിരൊക്കെ അങ്ങനെ കളിച്ചിട്ടുള്ളത്. അങ്ങനെ ഇവിടെ പോയ പണിയും കിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ സ്പെയിനായിട്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ഒരു ഗോൾ അടിക്കാൻ തന്നെ ആക്ച്വലി കുറച്ച് ഒരു പണിയായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. കാരണം അവർ സ്വാഭാവികമായിട്ടും നിലവിൽ ഇപ്പോൾ ഒരു ഒറ്റ ഗോളാണ് വഴങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക തീർച്ചയായിട്ടും ആ ഒരു ഡിറ്റർമിനേഷനൊക്കെ കഴിഞ്ഞ് ഗോൾ വഴങ്ങാതിരിക്കുക എന്നുള്ള സമീപനം കൂടെ അവരുടെ ഭാഗത്ത് ഉണ്ടാകും. അപ്പം അങ്ങനെയാണ്. അപ്പോൾ അവർ മൊത്തത്തിൽ ഇങ്ങനെ ഒരു കളക്റ്റീവായിട്ട് അങ്ങനെ ഒരു ടീം വർക്ക് ആശ്രയിച്ച് നിൽക്കുന്ന ടീമാണ് പൊതുവെ സ്പെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായ കാര്യത്തിനെ സംബന്ധിച്ചു. അപ്പോൾ ഞാൻ അടുത്ത ആ ഒരു വശത്തേക്ക് തന്നെയാണ് വരാൻ പോകുന്നത്. അതായത് ഡിഫൻസ്, സ്പെയിനിൻ്റെ ഡിഫൻസിൻ്റെ കാര്യത്തിലേക്ക്. ഗോൾ കീപ്പർ ഉനായ് സിമോൺ ചില ഘട്ടങ്ങളിൽ ഷെയ്ക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ബോളിൽ ചില ജഡ്ജ്മെൻറ്റുകൾ പ്രശ്നമുണ്ട്. അതുപോലെ അനാവശ്യമായിട്ട് റഷ് ചെയ്യുന്നുണ്ടോ ബോളിലേക്ക് അങ്ങ് എന്നുള്ള സംശയങ്ങൾ. പക്ഷെ അതൊന്നും എക്സ്പോസ് ചെയ്യപ്പെടാതിരുന്നത് ഈ ഡിഫൻസിൻ്റെ ഒരു കപ്പാസിറ്റി കൊണ്ടാണ്. അത് റോഡ്രിയുടെ സഹായം കൂടി ആ ഡിഫൻസിനുണ്ട്. പിന്നെ കുബാർസി, ഐമറിക് ലാപ്പോർട്ട് വളരെ സൂപ്പർ പെർഫോമൻസ് ആണ് രണ്ടുപേരും നടത്തിയിട്ടുള്ളത് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. കുബാർസിയൊക്കെ 19 വയസ്സിൽ 30 വയസ്സിൻ്റെ മെച്യൂരിറ്റിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ലാപ്പോർട്ടും വളരെ വളരെ സൂപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ 2 വർഷങ്ങൾ നോക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ കുക്കറയ കുറച്ചുകൂടി ഒരു അറ്റാക്കിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരു പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ വക 2 അസിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മറുഭാഗത്ത് പെഡ്രോ പോറ 2 ഗോൾ തന്നെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ അവരുടെ ഡിഫൻസ് ശക്തമാണ്. അതിനെ ഈ ഹുലിൻ അൽവാരസ്, ലിയോ മെസ്സി അവരാണ് ഇവരുടെ സ്ട്രൈക്കർമാരായിട്ട് അർജന്റീനയുടെ ഭാഗത്തുള്ളത്. സപ്പോർട്ടിന് എൻസോ ഫെർണാണ്ടസും മെക്കലിസ്റ്റർ. അപ്പോൾ പരാഡസ് ഉണ്ടെങ്കിൽ പിന്നെ മെക്കലിസ്റ്റർ അറ്റാക്കിംഗ് ആയിട്ട് തന്നെ അവിടെ ഉണ്ടാവും. ഈ ഒരു 4 സംഘത്തെ കൊണ്ട് മേ ബി ഡീപോൾ ആണെങ്കിൽ അദ്ദേഹത്തിന് സഹായം ഉണ്ടാവും. ഇവരെ കൊണ്ട് ഈ ഒരു ഇതുവരെ പൊളിയാത്തെന്ന് പറഞ്ഞാൽ ഒരു ഗോൾ വീണിട്ടുണ്ട്. ആ ഒരു ഡിഫൻസ് പൊളിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. പറ്റേണ്ടതാണ്. പക്ഷേ നേരത്തെ പോലെ സ്പെയിനിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക അവർക്ക് ദാറ്റ് ഈസ് അവരുടെ ഡിഫൻസിനെ കുറിച്ച് പൂർണ്ണമായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ടീമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് എങ്ങനെ ചെയ്യാന്നുള്ള കുറിച്ചുള്ള വ്യക്തമായിട്ട് നിലവിൽ ഇതുവരെ എന്ന കളിയിലൂടെ, കാരണം ഈ വേൾഡ് കപ്പിൽ ഇപ്പോൾ നിലവിൽ 6 ക്ലീൻ ഷീറ്റാണ് സ്പെയിനുള്ളത്. 6 ക്ലീൻ ഷീറ്റാണ് 7 കളികളിൽ. അപ്പോൾ ഡിഫൻസിന്റെ ശക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അർജന്റീന പോലെ ടീം, അപ്പോൾ അർജന്റീന ഇതിൽ വന്ന പെർഫോമൻസിനെ കുറിച്ച് എന്തായാലും അവർ സ്റ്റഡി ചെയ്തിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നിലവിലിപ്പോൾ നമ്മളെ എന്താ പറയുക, മെസ്സി അല്ലാത്ത ബാക്കിയുള്ള ഫോർവേഡ്സുകളിലൊക്കെ തുടക്കത്തിൽ ഗോൾ നേടിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഹുലിൻ ആൽവരസോ അല്ലെങ്കിൽ ലോറ്റാറോ മാർട്ടിനസോ തുടക്കത്തിൽ ജോർദാനുള്ള കളിയല്ലാതെ നമുക്ക് വേറെ ആരെങ്കിലും തുടക്കത്തിൽ ഗോൾ നേടിയിട്ടില്ലല്ലോ. പക്ഷെ പിന്നെ അവസാനമായപ്പോഴുള്ളത്. പക്ഷെ ഒന്നുകൂടി സ്പെയിനെ പോലുള്ള ടെക്നിക്കലി ഭയങ്കര ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടീമിനെതിരെ അവർക്ക് ആക്ച്വലി പറയാം എന്താണ് ചെയ്യേണ്ടത് നല്ലോണം അറിയുന്നുണ്ടാവും. പക്ഷെ ഒരു നിമിഷം മതി നമുക്ക് എന്താ പറയുക, ഒരു കളിയിൽ എന്താണ് അന്നത്തെ ദിവസം സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം. നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നെങ്കിലും അങ്ങനെ ആവണമെന്നില്ല ഒരിക്കലും. നമ്മളൊരു ഗോള് വീഴാന് അല്ലെങ്കിൽ ആരെങ്കിലും ഒരു നിമിഷത്തെ അല്ലെങ്കിൽ ഒരു മൊമെന്റ് ഓഫ് ബ്രില്യൻസ് മതി. ലോങ് റേഞ്ചിൽ നിന്നൊരു ഷോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഗോളാവാം. അല്ലെങ്കിൽ ആക്ച്വലി മെസ്സിയുടെ ഒരു നിമിഷം മതി അല്ലേ. ഇതേപോലെ തന്നെ മെസ്സിയുടെ അതേപോലെ ക്രോസോ അല്ലെങ്കിൽ സെറ്റ് പീസിൽ നിന്നോ ഗോളുകൾ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആവാം. അപ്പൊ എന്തും സംഭവിക്കാം. നമ്മളൊരു പേപ്പറിൽ ഇങ്ങനെ പറയുമ്പോൾ സാധാരണഗതിയിൽ പറയുമ്പോൾ മെസ്സി സ്പെയിൻ എന്ന് പറയുന്നത് വളരെ ഡിഫൻസ് എന്ന് പറയുന്നത് പൊളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷെ അതാണ് അവിടെ മെസ്സി ഉണ്ട്. നമ്മളെപ്പോഴും പറയാറുള്ള പോലെ അത് മെസ്സിയാണ്, ഓൻ എന്തും ചെയ്ത് കളയെന്ന് പറയാറുണ്ട്. ഈസ് എ ജീനിയസ്. അപ്പം അത് എന്തും സംഭവിക്കാന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഇതുവരെയുള്ള കളികൾ വെച്ചിട്ടുള്ളൊരു വിശകലനം മാത്രമാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. സോ മിഡ്ഫീൽഡിൽ എന്തായാലും നമ്മൾ ഓരോ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഡിഫൻസ് സെൻറ്റർ ബാക്കുമാർ 2 ടീമിനും ഓൾമോസ്റ്റ് ഒരുപോലെയാണ്. വിങ് ബാക്കുമാർ അർജൻറ്റീനയേക്കാൾ ബെറ്റർ എന്തായാലും സ്പെയിനാണുള്ളത്. മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിൽ അർജൻറ്റീനയേക്കാൾ ബെറ്റർ ഉള്ളത് സ്പെയിനാണ്. മുന്നേറ്റത്തിൽ ഞാൻ അങ്ങ് പറയുന്നില്ല ഏത് ടീമാണ് ബെറ്റർ എന്നുള്ളത്. ഒരു ഭാഗത്ത് യമാൽ ഉണ്ടെങ്കിൽ മറുഭാഗത്ത് മെസ്സി ഉണ്ട്. ഒരു ഭാഗത്ത് ഹുലിൻ ആൽവാരസ് ആണെങ്കിൽ മറുഭാഗത്ത് ഒയർസബാൽ ഉണ്ട്.
സോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാം. പക്ഷേ മെസ്സിയുടെ ഒരു സാന്നിധ്യം ഉള്ളത് കൊണ്ട് ഒരു എഡ്ജ് ഞാൻ അർജൻറ്റീനയ്ക്ക് കൊടുക്കുന്നു. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വരുന്ന താരങ്ങളുടെ ഇപ്പോൾ നിക്കോ വില്യംസ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വരാം, മറുഭാഗത്ത് ലൗത്തറോ വരാം, അതുപോലെ തന്നെ ഇപ്പോൾ ടോറസിന് വേണമെങ്കിൽ അവർക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറക്കാം. പെഡ്രിക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വരാൻ മാത്രമേ ഉള്ളൂ, സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയില്ല. ഫാബിയൻ റൂബീസ് നന്നായിട്ട് കളിച്ചതുകൊണ്ട് സാധ്യതയില്ല. മറുഭാഗത്താണെങ്കിൽ ഇപ്പോൾ നിക്കോ ഗോൺസലസ് എന്തായാലും സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറങ്ങും. അദ്ദേഹം വന്നപ്പോഴൊക്കെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ക്വാർട്ടർ ഫൈനൽ മുതലാണ് ഇപ്പോൾ ഫാബിയൻ റൂയിസ് വന്നത്. അത് നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയതോടുകൂടി അതങ്ങ് ഉറപ്പിച്ചാണ്. സോ ഈ സബ്സ്റ്റിറ്റ്യൂഷനുകൾ കൂടി കളി 90 മിനിറ്റിൽ തീർന്നില്ലെങ്കിൽ ഈ ബെഞ്ച് സ്ട്രെങ്ത് സബ്സ്റ്റിറ്റ്യൂഷനുകൾ കൂടി വളരെ പരീക്ഷിക്കപ്പെടില്ലേ? അപ്പോൾ അതിലിപ്പോൾ ആരാണ് ബെഞ്ച് സ്ട്രെങ്ത്തിൽ സാറ് നോക്കുമ്പോൾ ഒന്നുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്? അത് യാതൊരു സംശയമില്ല, സ്പെയിന് തന്നെയാണ്. സ്പെയിൻ ഒരു പെഡ്രി പോലുള്ള പ്ലെയർ എപ്പോഴും കളിക്കാനൊന്നും അവസരമില്ലാതെ അവിടെ നിൽക്കുന്നു. ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ അർജന്റീന നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീപ്ലേസ്മെന്റ് കറക്റ്റ് പല മേഖലകളിലുള്ളത് നമുക്ക് അഡ്ജസ്റ്റ്മെന്റുകളാണ്. നമ്മളൊരു സാറ്റിസ്ഫാക്ഷനോട് കിട്ടുന്നില്ലല്ലോ. ഇപ്പോൾ മൊളിനൊക്കെ പകരം മോണ്ടിയിൽ വന്നു കഴിഞ്ഞിട്ടും കഴിഞ്ഞ കളി നമ്മൾ കണ്ടതാണ്, രണ്ട് പേരും വേണ്ട രീതിയിലുള്ള പെർഫോമൻസ് എന്ന് പറയുന്നത് വന്നിട്ടില്ല. ഓരോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മിഡ്ഫീൽഡിൽ ഇപ്പോൾ കഴിഞ്ഞ കളി നമ്മളിപ്പോൾ ഹൂലിയാനോ സിമിയോണി വന്നു. അപ്പോൾ അതിൽ കണ്ടത് നമ്മൾ പെർഫോമൻസിനേക്കാളും കൂടുതലായിട്ട് പ്രശ്നങ്ങളാണ് കണ്ടിട്ടുള്ളത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് അവിടെ കാണുന്നതെന്നുള്ളതാണ്. അപ്പോൾ റീപ്ലേസ്മെൻറ്റ് ആക്ച്വലി എന്താ പറയുക, നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ബെഞ്ച് സ്ട്രെങ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പെയിൻ തന്നെയാണ് അഡ്വാൻറ്റേജ്, ആ സംശയമില്ല. അപ്പം ഈ എക്സ്ട്രാ ടൈമിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അർജന്റീനയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഷൂട്ടൗട്ടിൻ്റെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റില്ല, അത് കുറേ നിർഭാഗ്യങ്ങൾ കൂടി ചേർന്നാണ്. ഏതായാലും ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നതിൻ്റെ മുന്നോടിയായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ കളിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഭവം പോകുന്നത് എന്തായാലും മെൻറ്റാലിറ്റി തന്നെയാണ്. എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, നെർവസ് എങ്ങനെ ഹോൾഡ് ചെയ്യുന്നു എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൽ ഒരു അപ്പർ ഹാൻഡ് കുറേ കംബാക്കുകളൊക്കെ നടത്തിയതുകൊണ്ട് അർജന്റീനയ്ക്ക് ഉണ്ടാവുമോ? അതുപോലെ അധികം പരീക്ഷിക്കപ്പെട്ടിട്ടില്ല സ്പെയിനിൻ്റെ ഗോൾ കീപ്പറും അങ്ങനെയുള്ള ഭാഗമൊക്കെ, അത് പരീക്ഷിക്കും ഫ്രാൻസിന് കരുതി, അതൊന്നും നടന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ മെൻറ്റാലിറ്റിയിൽ ഒരു അപ്പർ ഹാൻഡ് അർജന്റീനയ്ക്ക് ഉണ്ടോ എന്ന് തോന്നുന്നു? നമ്മൾ സിറ്റുവേഷൻസ് ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഇംഗ്ലണ്ടും അർജന്റീനയും സെമി ഫൈനൽ കളിച്ചപ്പോൾ ഉണ്ടായിരുന്നത് ഇതേപോലെ തന്നെ രണ്ട് ടീമും ഏകദേശം അതേ സിറ്റുവേഷനിലൂടെ വന്നാണ്, ഒരുപാട് ചാലഞ്ചസിലൂടെ കടന്നു. അതേപോലെ അർജന്റീന നിലവിൽ ഇപ്പോൾ ഇംഗ്ലണ്ടിനെയും മറികടന്നിട്ട് ഫൈനലിൽ എത്തിയിരിക്കുന്നു, ആ സിറ്റുവേഷനും. അപ്പോൾ ഇതുവരെയുള്ളത് അങ്ങനത്തെ കേസുകളിലുള്ള സിറ്റുവേഷന് ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, ഹാർഡ്ഷിപ്പുകളൊക്കെ കടന്നിട്ട് കൂടുതൽ വന്നിട്ടുള്ളത് അർജന്റീന തന്നെയാണ്. അപ്പോൾ സെമി ഫൈനലിൽ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ടീമിനെ ഇംഗ്ലണ്ട് തന്നെ കിട്ടിയില്ല, യാതൊരു സംശയമില്ല. പക്ഷേ അതേസമയം മറുഭാഗത്ത് സ്പെയിൻ ഒന്നുകൂടി നല്ല ക്വാളിറ്റി ടീമുകൾ, ഇപ്പോൾ പോർച്ചുഗൽ, അതേപോലെ തന്നെ ഫ്രാൻസ്, ബെൽജിയം പോലുള്ള ടീമുകളൊക്കെ മറികടന്നിട്ടാണ്. പക്ഷെ അതൊക്കെ വളരെ ഒന്നുകൂടി എഫേർട്ട്ലെസ് എന്ന് തോന്നുന്ന തരത്തിലാണ് അവർ കടന്നു വന്നിട്ടുള്ളത്. പരീക്ഷിക്കപ്പെട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അർജന്റീന എല്ലാ തരത്തിലും നമ്മൾ പെനാൽറ്റി ഷൂട്ട് ഔട്ട് കളിച്ചിട്ടില്ല, സർവൈവ് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എക്സ്ട്രാ ടൈമിലേക്ക് പോയിട്ടുണ്ട്, എന്നാൽ എല്ലാ തരത്തിലുള്ള ഭീതിജനകമായുള്ള സിറ്റുവേഷൻസും ഫേസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ അത് തീർച്ചയായിട്ടും അവർക്കൊരു പാഠാകേണ്ടതാണ്. അപ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, തീർച്ചയായിട്ടും സംശയമില്ല. അപ്പോൾ ഈ ഒരു സ്വാഭാവികമായിട്ടും ഈ ഒരു ഫൈനൽ എന്ന് പറയുന്ന ഒരു ജനറേഷണൽ ഷിഫ്റ്റിന്റെ ഒരു ഫൈനൽ കൂടിയാണ് അല്ലേ. ഇപ്പൊ ഒരു ഭാഗത്ത് മെസ്സി, മറുഭാഗത്ത് യമാല്, ഒരുപക്ഷെ തലമുറ മാറ്റത്തിന് സംഭവിക്കാവുന്ന അതിനിർണായകമായിട്ടുള്ള, അതായത് നമ്മളിപ്പോൾ ഈ ടൂർണമെന്റ് ഒരുപാട് സവിശേഷതകളുള്ള ഒരു ടൂർണമെന്റ്, പോയറ്റിക് ജസ്റ്റിസ് എന്നുള്ള രീതിയിൽ വരുന്നൊരു ഫൈനലാണ് ആക്ച്വലി നമ്മൾ ഈ അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള ഒരു പോരാട്ടം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അവസാനത്തെ ഒരു ചോദ്യം ചോദിക്കും, സാർ ഇതിന് ഉത്തരം പറയൽ നിർബന്ധമാണ്. ആര് കപ്പടിക്കും? ആര് കപ്പടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അപ്പം ഞാൻ അർജന്റീനയുടെ കഴിഞ്ഞ ഇംഗ്ലണ്ടിനുള്ള സെമി ഫൈനൽ കഴിഞ്ഞതിന് ശേഷം ഭയങ്കര കൺഫ്യൂസഡാണ്. ഇപ്പോൾ ഒരുപക്ഷെ അതിന് മുമ്പ് വരെയുള്ള നോക്കൗട്ട് സ്റ്റേജിലുള്ള അർജന്റീന പെർഫോമൻസ് കഴിഞ്ഞ് സിമ്പിളായിട്ട് പറഞ്ഞു അർജന്റീന ഏതുവരെ എത്തുമെന്നുള്ളതിന് എപ്പോഴും സംശയം ഉണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇംഗ്ലണ്ട് പോലെ ടീമിനെതിരെ, ഇപ്പോൾ ഇംഗ്ലണ്ട് ഇപ്പോൾ ഫ്രാൻസിന് നമ്മൾ ആയിട്ട് കളിച്ച കളി കണ്ടു, ഗോളുകളുടെ ഒരു പെരുമഴയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇംഗ്ലണ്ടിനെ മറികടന്നു ഇപ്പോൾ അർജന്റീന കളിച്ചു, അതായത് അവസാനത്തെ സെക്കൻഡ് ഹാഫിൽ കളിച്ച കളി രീതി കണ്ടു. അപ്പോൾ നമ്മൾ സ്പെയിനിനെ ഞാനൊരിക്കലും സ്പെയിന് കപ്പെടുക അർജന്റീന ആധികാരികമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ദിവസത്തെ ആ ഒരു മാച്ച് എങ്ങനെയാണ് നമ്മളിപ്പോൾ പറയുമ്പോൾ സ്പെയിനുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അവർ വളരെ ടെക്നിക്കലി വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള വളരെ ബ്രില്യൻ്റ് ആയിട്ട് ടീമാണ്, യൂറോപ്യൻ ചാമ്പ്യൻസ് ആണ്, ഒക്കെ രീതിയിലൊക്കെ പറയും ഒരുപാട് പ്ലേയേഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനൊരിക്കലും സ്പെയിന് തന്നെ
വിജയിക്കും എന്ന് പറയാനും പറ്റില്ല. അവിടെ നമുക്ക് പറയാവുന്നത് സ്പെയിനിന് ഒരു എഡ്ജ് ആ മേഖലയിലുണ്ട്, എന്നാൽ അർജന്റീന ഇങ്ങനെ തിരിച്ചു വരാനുള്ള കഴിവുണ്ട്. ഇതിലിപ്പോൾ ജേതാക്കളെ ഞാൻ പറയണം എന്ന് നിർബന്ധമാണ് ഒഴിഞ്ഞു മാറുകയാണ്. അത് എന്ത് സംഭവിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ നിർബന്ധിച്ച് പറയിപ്പിക്കുന്നതാണ്, അല്ലാതെ ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യണമല്ലോ എന്നുള്ളത് കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. ഓക്കെ, എൻ്റെ ഹാർട്ട് പറയുന്നത് അത് ഒരു സേഫ് ഗെയിമാണ്. അതല്ല ഞാൻ പറയുന്നത്, എൻ്റെ സത്യം പറയണം. ആക്ച്വലി എന്താ പറയുമ്പം ഞാന് അതായത് അർജന്റീന ഈ വസ്തുത പറയണമെന്നുണ്ടെങ്കിൽ അർജന്റീന ടൂർണമെന്റ് ഫൈനലിലെത്തി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. മെസ്സി ഈവൻ ഈ ഫിഫ കപ്പ് കളിക്കുന്ന പോലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ അത് മാത്രമല്ല, മെസ്സി അത്യുജ്വലമായിട്ട് പെർഫോം ചെയ്തു ഈ ടൂർണമെന്റ് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കളിച്ചിട്ട് ഇതേവരെ ആക്ച്വലി ബാലൻഡ്യൂറിനുള്ള സാധ്യത, ഗോൾഡൻ ബോൾ ഒക്കെ നിലനിൽക്കുകയാണ് 39 വയസ്സിൽ. അപ്പൊ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അർജന്റീന കളിക്കും കൂടി ചെയ്തുകൊണ്ടാണ്, കളിക്കാൻ കഴിയാത്ത പ്രശ്നമൊന്നുമല്ല, ഇംഗ്ലണ്ടിനെതിരെ കണ്ടു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം മനസ്സ് പറയുന്നത് ഇത് അർജന്റീന ജയിക്കണം എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. പക്ഷെ അതേസമയം വേറെ ഒന്ന് എന്റെ ബ്രെയിന് പറയുന്ന ഒരു സംഭവം കൂടി ഉണ്ട്. സ്പെയിൻ എന്ന് പറഞ്ഞ ടീമിന്റെ നിലവിലുള്ള പെർഫോമൻസ്, അവരുടെ ക്വാളിറ്റിയും വെച്ചിട്ട് സ്പെയിൻ അവിടെ വിജയിച്ചേക്കാം, അങ്ങനെയുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഈ ഹൃദയത്തിന് പ്രാധാന്യം കൊടുക്കുകയാണ്. എൻ്റെ കരളെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ, ഹൃദയം ഒക്കെ നമ്മൾ പറഞ്ഞിട്ട് കരളും ഹൃദയം ഒക്കെ നമ്മൾ ആ രൂപത്തിൽ കാണുന്ന സംഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ നെഞ്ചിന് പ്രാധാന്യം കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും ഞാൻ കരളും ഹൃദയം ഒന്നാണെന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതല്ല, പക്ഷേ അർജന്റീന ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷൂട്ട് ഔട്ടിൽ അർജന്റീന ജയിക്കും, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അർജന്റീന ജയിക്കും, അതാണ്. ഏതായാലും എന്തും സംഭവിക്കട്ടെ, അത് തമാശയായിട്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. രണ്ടും നമുക്ക് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. പക്ഷേ കാത്തിരിക്കാം. ലിയോ മെസ്സി ആ കപ്പും കൊണ്ട് പടിയിറങ്ങുകയാണെങ്കിൽ അതൊരു ഫെയറി ടെയിൽ എൻ്റെ ആയിരിക്കും. നമുക്ക് നാളെ എന്താണ് സംഭവിച്ചിട്ടുള്ളതിൻ്റെ കൂടുതൽ വിഷയം നിങ്ങളുമായിട്ട് കാണാം.